ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ രാശിക്കാരുടെ ജീവിതം രാജകീയമായി തീരുവാൻ പോകുന്നു. ഭാഗ്യം നിങ്ങളുടെ മുന്നിൽ ഒഴുകിയെത്തും. ജൂലൈ 16 വരെ നിങ്ങൾക്ക് രാജാവിനെ പോലെ ഇനി വാഴുവാൻ സാധിക്കും. ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാ രാശിക്കാരിലും വലിയ മാറ്റങ്ങളാണ് സമ്മാനിക്കുക. സാമ്പത്തികമായി ചില രാശിക്കാർക്ക് വളരെയധികം ഉയർച്ചയിൽ എത്തിച്ചേരുവാനും സാധിക്കും. നിങ്ങളുടെ കടങ്ങളെല്ലാം ഈ സമയത്ത് പൂർണ്ണമായും തീർക്കുവാൻ കഴിയും. അതുപോലെ പാതി വഴിയിൽ നിങ്ങൾ നിർത്തിവെച്ച കാര്യങ്ങളെല്ലാം ഈ സമയം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സൂര്യൻ ഉടൻ തന്നെ ചന്ദ്രരാശിയായ കർക്കിടക രാശിയിൽ പ്രവേശിക്കും. ഈ മാറ്റം വിവിധ രാശിക്കാരെ വ്യത്യസ്ത രീതികളിലാണ് ബാധിക്കുന്നത്. ഗ്രഹങ്ങളുടെ രാജാവായി കണക്കാക്കപ്പെടുന്ന സൂര്യൻ പ്രതിമാസം അതിൻ്റെ രാശി മാറുന്നുണ്ട്. ഈ സംക്രമണം എല്ലാ 12 രാശിക്കാരെയും അനുകൂലമായും പ്രതികൂലമായും ബാധിക്കുകയും ചെയ്യുന്നതാണ്. ജൂലൈ 16-ന് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് നീങ്ങുകയും ഓഗസ്റ്റ് 15 വരെ അവിടെ നിൽക്കുകയും ചെയ്യും. ഈ രാശി സംക്രമം മൂലം ചില രാശിക്കാരുടെ ജീവിതത്തിൽ അത്യപൂർവമായ ഭാഗ്യങ്ങളാണ് സമ്മാനിക്കുക. ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങരാശിക്കാരായ ആളുകൾക്ക് ഈ കാലയളവിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. നിങ്ങളുടെ സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും ബിസിനസ്സിനും വളരെയധികം ലാഭം വന്നു ചേരുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഈ സമയം പ്രയോജനപ്രദമായതിനാൽ പഠനത്തിൽ ശ്രദ്ധ വളരെയധികം കേന്ദ്രീകരിക്കണം. ഇപ്പോൾ ചെയ്യുന്ന ജോലി ഉപേക്ഷിക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം കുറച്ച് കാത്തിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ശമ്പള വർധനവ് സാധ്യതയുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായ നല്ല പുരോഗതി കൈവരിക്കുവാനുള്ള ദിവസങ്ങളാണ് വന്നെത്തുന്നത്. ലാഭസ്ഥാനത്തുള്ള ബുധനും ശുക്രനും ഈ മാസം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കലയിലും വിദ്യയിലും അസാധാരണമായ കഴിവുകളും ഉയർന്ന നിലവാരവും പ്രദാനം ചെയ്യും. അവരുടെ ജീവിതം സമൃദ്ധവും വിജയകരമാകുവാനും സാധ്യതയുണ്ട്. വിദേശത്തേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമുള്ള അവസരങ്ങൾ തേടുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. പഠനത്തിനായി ശ്രമിക്കുന്ന ആളുകൾക്ക് മികച്ച സ്കോളർഷിപ്പും സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നതാണ്. തൊഴിൽ മേഖലയിൽ നിലവിലുള്ളവർക്ക് വിദേശ കമ്പനികളിലെ ജോലികളിൽ നിന്ന് ആകർഷകമായ ഓഫറുകൾ വന്നുചേരും. നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുന്നതിനും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് തീർത്ഥാടനത്തിനു വിനോദയാത്രയ്ക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും. ഇത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും പരസ്പര സ്നേഹവും പിന്തുണയും വർദ്ധിപ്പിക്കുവാനും സഹായകരമാകുന്നതാണ്. വ്യാപാര മേഖലയിൽ സാമ്പത്തികമായി പുത്തൻ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതിനാൽ വ്യാപാരികൾക്കും സംരംഭകർക്കും വളരെയധികം നല്ല സമയമാണ് വന്നെത്തുന്നത്. നിങ്ങൾക്ക് ഭക്ഷണസുഖം, കുടുംബസുഖം, അതുപോലെ തന്നെ വാഹന ഭാഗ്യം ഇവയെല്ലാം വന്നുചേരും. സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. ഈ മാസത്തിൽ നിങ്ങൾ തുടങ്ങിവെക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും സാമ്പത്തിക ലാഭത്തിൽ കലാശിക്കും. സർക്കാർ സംബന്ധമായ വായ്പകൾക്കും മറ്റും അപേക്ഷിച്ച ആളുകൾക്ക് സർക്കാരിൽ നിന്നും അനുകൂലമായ അനുമതി ലഭിക്കുന്നതാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അഭിഭാഷകർക്കും നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും അംഗീകാരം നേടുവാനുമുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. ബിസിനസ്സുകാരായ ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർ മിഥുന മാസത്തിൽ നിങ്ങളുടെ നാൾ വരുന്ന ജൂൺ 22, ജൂലൈ 1, പൂരം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ജൂലൈ 11, ജൂലൈ 1, ജൂൺ 23,
ഉത്രം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ജൂലൈ 12, ജൂലൈ 2, ജൂൺ 24 എന്നീ ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന കഷ്ടതകളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നെത്തുന്നതാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചിക രാശിക്കാർക്ക് കർക്കിടകത്തിലെ സൂര്യന്റെ സംക്രമണം കാര്യമായ നേട്ടങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത്. വളരെയധികം വിജയ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ രീതിയിലും ലാഭം പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ ആരോഗ്യം അല്പം ശ്രദ്ധിക്കുകയും അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒരു യാത്ര അനിവാര്യമായി വന്നേക്കാം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തിപ്പെടും. നിങ്ങൾ ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ കടം എല്ലാം ഈ സമയത്ത് തീർക്കുവാൻ സാധിക്കും. ജോലിയിൽ നിങ്ങളുടെ അധ്വാനം അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ശമ്പള വർധനവും വന്നുചേരും. ബിസിനസ്സിലെ ലാഭം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും ഐശ്വര്യവും സമ്മാനിക്കുന്നതാണ്. ബുധനും ശുക്രനും നിങ്ങളുടെ രാശിയിൽ ഒന്നിക്കുന്നത് ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്ന് വൻ ലാഭം നേടുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ ഈ അവസരങ്ങൾ മുതലെടുക്കുന്നത് നന്നായിരിക്കും. മിഥുന മാസത്തിൽ സാഹസിക പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും താല്പര്യം വളരെയധികം വർദ്ധിക്കും. അതുപോലെ തന്നെ പരോപകാരത്താൽ താല്പര്യം വർദ്ധിക്കുകയും സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. വിദേശത്തും സ്വദേശത്തും തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് വളരെയധികം വിജയം കൊയ്യുവാനുള്ള അവസരങ്ങൾ തേടിവരും. വിദേശത്ത് സ്ഥിരം താമസമാക്കുവാനും സാധ്യതയുണ്ട്. ജാതകത്തിൽ 8ാം ഭാവത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്ന ചിലർക്ക് അപ്രതീക്ഷിതമായ ഉയർച്ചയും അംഗീകാരവും ലഭിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം ശക്തമാകും. പെട്ടെന്ന് തന്നെ പ്രശസ്തി നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. നിങ്ങളുടെ കൃതികൾ വായനക്കാരുടെ ഇടയിൽ വളരെയധികം സ്വീകാര്യത നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ്. സർക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ എല്ലാവിധ പദ്ധതികൾക്കും സർക്കാർ മേഖലയിൽ നിന്ന് അംഗീകാരം ലഭിക്കുകയും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നതാണ്. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് അനുകൂലമായ വാർത്ത വന്നുചേരും. ഭൂമി വാങ്ങുവാനുള്ള അവസരം, കൃഷിയിലെ ലാഭം, നിയമപരമായ തർക്കങ്ങളിലെ വിജയം എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പല പ്രശസ്ത വ്യക്തികളുമായി പരിചയപ്പെടുവാനും അവരുടെ പിന്തുണ ലഭിക്കുവാനുമുള്ള അവസരം വന്നെത്തും. പുതിയ വാഹനം വാങ്ങുന്നതിനും അതുമൂലം വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗവും വന്നുചേരും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുവാനും അതുവഴി നിങ്ങളുടെ കീർത്തി വർദ്ധിപ്പിക്കുവാനും സാധിക്കും. എന്നാൽ ജാതകത്തിൽ 8ൽ നിൽക്കുന്ന ശുക്രൻ ചിലർക്ക് ദോഷഫലങ്ങൾ നൽകിയേക്കും. അന്യസ്ത്രീ ബന്ധം, ധനനഷ്ടം, കടബാധ്യത, ജപ്തി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഈ ആളുകൾക്ക് ഇടയുണ്ട്. ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാനും വേർപിരിയൽ വരെ സംഭവിക്കുവാനും ഇടവരുന്നതാണ്. മിഥുന മാസത്തിൽ വിശാഖം നക്ഷത്രക്കാരുടെ അനുജന്മ നാൾ വരുന്ന ജൂലൈ 6, ജൂൺ 28, അനിഴം നക്ഷത്രക്കാരുടെ അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 7, ജൂൺ 29, തൃക്കേട്ട നക്ഷത്രക്കാരുടെ അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 9, ജൂൺ 30 ഈ ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന കഷ്ടതകളെല്ലാം മാറി
നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. സൂര്യൻ കർക്കിടക രാശിയിലേക്ക് നീങ്ങുന്നത് മീനരാശിക്കാർക്ക് വളരെ ശുഭകരമാണ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് വലിയ ലാഭം വന്നുചേരും. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷേ അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഉപദേശം തേടുന്നത് സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കും. ജോലിയിൽ പ്രമോഷന് സാധ്യതയുണ്ട്. നിങ്ങൾ വിവാഹം നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ സമയത്ത് നല്ല ഒരു ആലോചന വന്നുചേരും. വീട് എന്ന ആഗ്രഹം തന്നെ നിങ്ങൾക്ക് വയ്യാതെ നടപ്പിലാക്കുവാൻ സാധിക്കുന്നതാണ്. ജാതകത്തിൽ മിഥുനത്തിൽ ബുധനും ശുക്രനും ഒന്നിച്ചു നിൽക്കുന്നത് ഈ മിഥുന മാസത്തിൽ ചിലർക്ക് അസാമാന്യമായ ബുദ്ധിശക്തിയും സ്വർഗാത്മകതയും പ്രദാനം ചെയ്യും. ഗണിതം, ജ്യോതിഷം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഗുണം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ശുക്രന്റെ സ്വാധീനം കാരണം പുതിയ വീട് പണിയുന്നതിനും വാഹനം പുതിയത് വാങ്ങുന്നതിനും മാതൃ സഹായം ലഭിക്കുന്നതിനും വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അനുഭവത്തിൽ ഈ സമയത്ത് വരുന്നതാണ്. ഈ കാലയളവിലെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധയും വിവേകവും പുലർത്തേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വളരെയധികം ദോഷഫലങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ജാതകത്തിൽ മിഥുനത്തിൽ ബുധൻ ശുഭസ്ഥാനത്ത് നിൽക്കുന്നത് ചിലർക്ക് വാഹന ഭാഗ്യം, സന്താന ഭാഗ്യം, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് വിദ്യാഭ്യാസത്തിൽ വളരെയധികം ഉന്നതി നേടുവാനും സാധിക്കും. നല്ല വിവാഹബന്ധം, അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവിൻ്റെ പിന്തുണ എല്ലാ രീതിയിലും വന്നു ചേരും. ഭൂമി കച്ചവടം വഴി വളരെയധികം ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ദാമ്പത്തിക ഐക്യം, സംസാരത്തിൽ അധിഷ്ഠിതമായ തൊഴിലുകൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം വിജയം എന്നിവ പ്രതീക്ഷിക്കാം. ജീവിതത്തിൽ പൊതുവായി എല്ലാ രീതിയിലും അഭിവൃദ്ധിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മിഥുന മാസത്തിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ജൂൺ 28, അതുപോലെ അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 6, ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ജൂൺ 29, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 7, രേവതി നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ജൂൺ 30, അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ജൂലൈ 9. ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്ന സർവ്വ കഷ്ടതകളുമെല്ലാം അകന്നുമാറി വളരെയധികം സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരനാമത്താൽ വന്നു ചേരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.